കേരളത്തിലെ നഴ്സുമാർ വീണ്ടും സമരത്തിലേക്ക് പോവുകയാണ്. 40,000 രൂപ അടിസ്ഥാന ശമ്പളം വേണമെന്നാണ്. കാരണം ഇത്രമാത്രം ചൂഷണം നേരിടുന്ന വേറെ ഒരു മേഖലകൾ കാണത്തില്ല. ഒരുപക്ഷെ സ്ത്രീകൾ ഏറ്റവും കൂടുതലുള്ള ഒരു മേഖല ആയതുകൊണ്ടായിരിക്കാം തന്നെ ഇത്രയധികം അവഗണന ഈ നഴ്സിംഗ് മേഖലയ്ക്ക് ലഭിക്കുന്നത്. ഈ വിദേശ രാജ്യങ്ങളോട് ഇനിയിപ്പോൾ ഒരുപക്ഷെ 1,00,000 രൂപ ശമ്പളം കിട്ടിയാൽ പോലും നാട്ടിൽ ആളുകൾ നിൽക്കത്തില്ല. കാരണം ചെയ്യുന്ന തൊഴിലിന് നമുക്ക് കിട്ടുന്ന ഒരു റെസ്പെക്ട് ഉണ്ടല്ലോ, അത് പലപ്പോഴും കിട്ടാറില്ല. ഇപ്പോഴും നാട്ടിൽ ഈ അടിയാൻ കുടിയാൻ വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു സംഭവം തന്നെയാണ്. അത് മാനേജ്മെന്റിന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യും. ഒരു സീനിയർ ഡോക്ടർ വരികയാണെങ്കിൽ ഇപ്പോഴും മുട്ടിടിച്ചിട്ടാണ് ആളുകൾ നിൽക്കുന്നത്. അതേസമയം വിദേശ രാജ്യങ്ങളാണെങ്കിലും പരസ്പരം ഡോക്ടർ ആണെങ്കിലും നേഴ്സ് ആണെങ്കിലും ടെക്നീഷ്യൻ ആണെങ്കിലും എല്ലാവരും പ്രൊഫഷണൽസ് ആണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പേര് വിളിച്ചാണ് അഭിസംബോധന ചെയ്യുന്നത്. പലപ്പോഴും ഫണ്ടിങ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റോ ആരാന്ന് പോലും ഈ സ്റ്റാഫുകൾ അറിയാൻ പോകുന്നില്ല. കാരണം അവരൊരു ഹൈറാർക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവരാണ് ഇതിന്റെ അഡ്മിനിസ്ട്രേഷൻസും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. ഈ നഴ്സുമാർക്ക് 50,000 രൂപ പോലും കൊടുത്താൽ മതിയാവത്തില്ല എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും അവർക്ക് കൃത്യമായി ലഭിക്കേണ്ട ബ്രേക്കുകൾ കിട്ടാറില്ല, അവർക്ക് കൃത്യമായി ലഭിക്കേണ്ട ആനുവൽ ലീവുകൾ കിട്ടാറില്ല. പലപ്പോഴും നഴ്സിംഗ് മേഖലകളെന്ന് പറയുമ്പോൾ എമർജൻസി ആയിട്ട് പല സിറ്റുവേഷൻസും കൈകാര്യം ചെയ്യേണ്ടി വരുന്ന ഒരു മേഖലകളാണ്. പലപ്പോഴും 6 മണിക്കൂർ 8 മണിക്കൂറും വർക്ക് ചെയ്യേണ്ട സ്ഥലത്ത് അവരുടെ ആ അവേഴ്സ് വീണ്ടും 1, 2, 3 മണിക്കൂർ വീണ്ടും അവർ എക്സ്ട്രാ ജോലി ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിന് അവർക്ക് ഒരു നയാ പൈസ പോലും കിട്ടാറില്ല. അത് ഒന്നുകിൽ കോമ്പൻസേഷൻ ലീവ് അല്ലെങ്കിൽ ടൈം ഓഫ് എന്നുള്ള രീതിയിൽ അവർക്ക് അവധികളും കാര്യങ്ങളും കൊടുക്കണം. മറ്റു തൊഴിലുകളൊന്നും ഇല്ലാത്ത വിധം നഴ്സിംഗ് തൊഴിലുകൾ ആളുകൾ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 6 ദിവസമാണ്, 7 ദിവസം വരെ വർക്ക് ചെയ്യുന്ന, ആഴ്ചയിൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങൾ വരെയുണ്ട്. മാസത്തിൽ 1, 2 ലീവുകൾ മാത്രം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ വരെയുണ്ട്. ഒരു നിശ്ചിതമായ അവേഴ്സ് നിശ്ചയിക്കപ്പെടണം. ആഴ്ചയിൽ ഇത്ര മണിക്കൂർ. ഒരു തൊഴിലുള്ള ഒരാൾ കൃത്യമായ ബ്രേക്കുകളും കാര്യങ്ങളും, അവര് 10 മണിക്ക് ചായ കുടിക്കാൻ പോകുന്ന അവർ ആ പണി അവിടെ നിർത്തിച്ച് ചായ കുടിക്കാൻ പോകും. നഴ്സിംഗ് എന്ന് പറയുന്ന മേഖലകൾക്ക് കൃത്യമായ ബ്രേക്കുകളോ കാര്യങ്ങളോ പലപ്പോഴും കിട്ടാറില്ല. ഈ നഴ്സുമാർ നോക്കുന്ന പേഷ്യൻസിന്റെ എണ്ണം പല രാജ്യങ്ങളും 5 പേരെ 6 പേരെയൊക്കെ നോക്കുന്നത്. നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയിലൊക്കെ ആണെങ്കിൽ 80 മുതൽ 100 പേരെ വരെയൊക്കെ ഒരു നഴ്സുമാർ നോക്കും. മെറ്റേണിറ്റി എന്ന് പറഞ്ഞ ഒരു അവസ്ഥ വരുമ്പോൾ പ്രസവിച്ച് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് ഡ്യൂട്ടി കയറേണ്ട അവസ്ഥ പല നഴ്സുമാർക്കും വന്നിട്ടുണ്ട്. പക്ഷേ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ 6 മാസം വരെ പെയ്ഡ് ലീവുകളാണ്. ചില രാജ്യങ്ങളാണെങ്കിൽ വീണ്ടും അടുത്ത 6 മാസം പെയ്ഡ് കഴിയുമ്പോൾ വീണ്ടും ഒരു ഹാഫ് പേ കൊടുക്കാറുണ്ട്. ചില രാജ്യങ്ങളാണെങ്കിൽ അൺപെയ്ഡ്, അതൊക്കെ ഓപ്ഷണലായിട്ട് വേണമെങ്കിൽ എടുക്കാം. അതുപോലെ തന്നെ ഈ ഫീഡിങ് ബ്രേക്കുകൾ കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൊടുക്കാം. കുറച്ചുകൂടെ ഒരു മനുഷ്യത്വ സഹജമായ ഒരു എൻവയോൺമെന്റ് നഴ്സിംഗിൽ ഉണ്ടാവണം.